നമസ്കാരം, ഞാൻ ഡോക്ടർ ശബരി ഗിരീഷ്, ENT സ്പെഷ്യലിസ്റ്റാണ്. വെള്ളയമ്പലത്ത് ക്ലിയർ ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. പലതവണ പല പ്രാവശ്യം പലപ്പോഴും വിളിച്ച് ചോദിക്കുന്ന ഒരു സംശയം, തലകറക്കം അഥവാ തലച്ചുറ്റൽ ENT അഥവാ ഇയർ നോസ് ത്രോട്ട് സ്പെഷ്യാലിറ്റിയിലാണോ വരുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും എന്നുള്ളതൊരു സത്യമാണ്. ഈ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് പലവിധമായിട്ടുള്ള കംപ്ലയിൻസ് ആയിട്ട് തലക്കറക്കം, തലച്ചുറ്റൽ, തലപ്പെരുപ്പ്, ബാലൻസ് ഇല്ലാതിരിക്കുക, ഒരു കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ ഒരു വശത്തേക്ക് മറിഞ്ഞു പോവുക എന്നുള്ള പല വിധത്തിലുള്ള കംപ്ലയിൻസ് ആയിട്ടാണ് അവർ നമ്മളെ സംസാരിക്കാറ്. ഇതിലുള്ള ഒരു പ്രധാന പ്രശ്നം, ശരീരത്തിൻ്റെ 3 പ്രധാന അവയവങ്ങൾ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെയുള്ള സിംറ്റംസ് എല്ലാം ഉണ്ടാകും. അതിലേതാണെന്ന് കണ്ടുപിടിക്കുന്നതിലാണ് അതിൻ്റെ മെറിറ്റ്. ഒന്ന്, ചെവിക്കകത്തുള്ള ഒരു ചെറിയ ഓർഗനുണ്ട്, വെസ്റ്റിബുലർ ഓർഗൻ അഥവാ വെസ്റ്റിബുലർ സിസ്റ്റം. രണ്ടാമത്തത്, തലച്ചോറിനകത്ത് ഏതെങ്കിലും ഭാഗത്ത് രക്തസ്രാവമോ അതോ ബ്ലഡ് ഫ്ലോ കുറയുന്നതുകൊണ്ടും ഇതേ സിംറ്റംസ് ഉണ്ടാകും. മൂന്നാമതായിട്ട്, ഹൃദയത്തിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും BP കുറയുക, അങ്ങനത്തെ സംഭവങ്ങളിൽ പോലും നമുക്ക് തലകറക്കം പോലെ തോന്നാം. ഹൃദയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ എന്തെങ്കിലും കാരണവശാൽ കുറച്ച് കുറയുക, അതായത് BP കുറയുക എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് തല കറങ്ങുന്ന പോലെ തോന്നും. പക്ഷേ അതിനകത്ത് ചിലപ്പോൾ ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിന് നമ്മൾ സാധാരണ പറയുന്ന സിൻകോപ്പി എന്നാണ്. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു പ്രധാന ഭാഗം തലച്ചോറ് നിന്നുണ്ടാവുന്നതാണോ അതോ ചെവിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നോ എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യസ്തപ്പെടുത്താൻ പണ്ട് വളരെയധികം ടെസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഒരു ടെക്നോളജി പ്ലാറ്റ്ഫോം തന്നെയുണ്ട് ഇത് രണ്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനാണ്. ചെവിക്കകത്തുള്ള പ്രശ്നമാണെങ്കിൽ അതിന് പ്രത്യക്ഷമായിട്ട് 1-2 സിംറ്റംസ് ഉണ്ട്. സാധാരണ ബിനൈൻ പോസ്റ്ററൽ പൊസിഷണൽ വെർട്ടൈഗോ എന്ന് പറയുന്ന അഥവാ BPPV എന്ന് പറയുന്ന അസുഖത്തിൽ പലതവണയും നമ്മൾ കിടന്നിട്ട് തല ഒരു വശത്തേക്ക് തിരിക്കുകയോ ഇരുന്നിട്ട് വേറൊരു വശത്തേക്ക് തിരിക്കുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് എല്ലാം ചുറ്റും കറങ്ങുന്ന പോലെ തോന്നുകയും ഒരു 2-3 സെക്കൻഡ് കൊണ്ട് അത് തിരിച്ച് നോർമലാവുകയും ചെയ്യുന്നു. ഇതിനാണ് BPPV എന്ന അസുഖമായിട്ട് പറയുന്നത്. ഇതിൻ്റെ കാരണം, ചെറിയ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ചെവിക്കകത്തുണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അതിൻ്റെ പൊസിഷനിൽ എവിടെയാണോ ഇരിക്കേണ്ടത് അവിടുന്ന് തെറ്റി വേറൊരിടത്തോട്ട് മാറുമ്പോഴാണ് ഇത് വരുന്നത്. ചികിത്സയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ചികിത്സ പൂർണ്ണമായിട്ട് ഇതിനെ ക്ലിയർ ആക്കാൻ പറ്റും. ഒരു ചെറിയ പോസ്ചറൽ മെനൂവറിൽ കൂടെ, അതായത് തലയുടെ പൊസിഷൻ 3-4 പോസ്ചറിൽ കൂടെ മാറ്റിക്കഴിഞ്ഞാൽ അതേ സമയം തന്നെ ഈ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പറ്റും. ഇതാണ് ചെവി റിലേറ്റഡ് ആയിട്ടുള്ള തലകറക്കത്തിനുള്ള ഒരു പ്രധാന കാരണം. 50% കൂടുതൽ ചെവിയിൽ നിന്ന് ഉണ്ടാവുന്ന തലകറക്കത്തിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഇതല്ലാതെയും ചെവിയിൽ നിന്ന് വരാവുന്ന വേറെ തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. കേൾവി കുറവോടുകൂടി വരുന്ന ഒരു അസുഖമുണ്ട്. തലകറക്കവും കേൾവി കുറവും കൂടെ വരുന്നതുകൊണ്ട് അതിന് വെസ്റ്റിബുലർ ന്യൂറൈറ്റിസ് എന്ന് പറയും. ഇങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന അസുഖങ്ങൾ ചെവിയിൽ നിന്നുള്ളത് ചികിത്സ ചെയ്യാം. പലതും പെർമനൻ്റ് ആയിരിക്കത്തില്ല, അത് മരുന്ന് കൊടുത്ത് നേരാം. എന്നാലും മീനിയേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞ പോലെ ഏതാനും അസുഖങ്ങളുണ്ട്, അതൊരു ലോങ് സ്റ്റാൻഡിങ് ആയിരിക്കും, പക്ഷെ മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യാം. ഇതിലും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ, തലകറക്കമായിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തലച്ചോറിൽ നിന്നാണോ ചെവിയിൽ നിന്നാണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ ചെവിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് അസുഖങ്ങൾ ഉണ്ടാവാം, പക്ഷെ അതിലുപരി അതും തലച്ചോറിൽ നിന്നുള്ളതാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ട് ക്ലിനിക്കൽ എക്സാമിനേഷൻ്റെ കൂടെ തന്നെ ഒരു വെസ്റ്റിബുലർ ഇവാലുവേഷൻ പ്ലാറ്റ്ഫോം ഓർ എ വെസ്റ്റിബുലർ ഓർ എ ബാലൻസ് ലാബ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ ഇൻഫ്രാറെഡ് ഗോഗിൾസ് വെച്ചിട്ട് കണ്ണിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഇത് ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. പ്രധാനപ്പെട്ടമായ കാര്യം ഇതാണ്, ചില സ്ട്രോക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് പലപ്പോഴും നമുക്കിത് തോന്നാറുണ്ട്. ആ സമയത്ത് കണ്ടുപിടിച്ചാൽ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.
അതേസമയം അത് ആ സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് മുന്നോട്ട് പോയിട്ട് ഒരു ഫുൾ ആയിട്ട് ഒരു സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലെ വെസ്റ്റിബുലർ ഇവാലുവേഷൻ ഓർ എ ബാലൻസ് ലാബിൽ പലതരത്തിലുള്ള ഇലക്ട്രോ ഓക്കുലോഗ്രാഫി എന്നുള്ള പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബാലൻസ് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ ബാലൻസ് പ്ലാറ്റ്ഫോം അഥവാ പോസ്ചറൽ അസസ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതോടുകൂടി തന്നെ നമുക്ക് അതിൻ്റെ കറക്റ്റീവ് ആക്ഷനും ചെയ്യാൻ പറ്റും. വെസ്റ്റിബുലർ റീഹാബിലിറ്റേഷൻ 1-2 ദിവസമല്ല, ആഴ്ചകളോളം ചെയ്യേണ്ട ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമാണ്. അതായത് ബാലൻസ് പോകുന്നവർക്ക് തിരിച്ച് ബാലൻസ് എങ്ങനെ നമുക്ക് ചെയ്യാം, തലച്ചോറിനെ രണ്ടാമതും പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ പഠിപ്പിക്കലിൽ കൂടെ ഒരു സീരീസ് ഓഫ് എക്സസൈസസ് റെഗുലറായിട്ട് വെസ്റ്റിബുലർ റീഹാബിലിറ്റേഷനിസ്റ്റിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പലതവണയും നമ്മുടെ ബാലൻസ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് മാറ്റാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി ഇന്ന് സംസാരിക്കാൻ കാരണം? എൽഡർ ഏജ് ഗ്രൂപ്പ്, അതായത് പ്രായാധിക്യമുള്ള ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന അസുഖമാണ്, പ്രായത്തിൻ്റെ കാരണം കൊണ്ടും അല്ലാത്ത കാരണങ്ങൾ കൊണ്ടും. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഈ തലകറക്കമോ തലചുറ്റോ ബാലൻസ് ഇല്ലാത്ത കാരണങ്ങൾ കൊണ്ടോ താഴെ വീഴുക, അതായത് ഫോൾ, അതൊരു വളരെ സെമിനൽ ഇവൻ്റാണ്. ആ പ്രായത്തിൽ ഒരു വീഴ്ച വീണ് കഴിഞ്ഞാൽ തലച്ചോറിനകത്ത് ബ്ലീഡിംഗ് ഉണ്ടാവാനും അല്ലെങ്കിൽ കാലുകളിലോ കൈകളിലോ ഒരു ഫ്രാക്ചർ ഉണ്ടാവാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന പർപ്പസ് ഇതാണ്, എങ്ങനെയാണെങ്കിലും ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ വീഴ്ച ഇല്ലാതാക്കണം, വീഴ്ചയ്ക്കുള്ള ചാൻസ് ഇല്ലാതാക്കണം. സോ നമ്മൾ ചെയ്യുന്നതാണ് ഒരു ഫോൾ പ്രിവെൻഷൻ പ്രോഗ്രാം. വീഴാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകളിൽ കൂടെ കണ്ടുപിടിക്കുന്നവർക്ക് അവരെ ഒരു പ്രൊലോങ്ഡ് ആയിട്ട് ആഴ്ചകളോളമുള്ള ഓരോ ചെറിയ എക്സസൈസ് ചെയ്യിപ്പിച്ച്, അതൊരു കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള എക്സസൈസസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പതുക്കെ അവരുടെ തലച്ചോറും ശരീരവും ഇതിനെ അഡാപ്റ്റ് ചെയ്ത് വീഴ്ചയുണ്ടാക്കാനുള്ള സാധ്യതകൾ കുറയ്ക്കാം. പ്രധാനമായിട്ട് വേണ്ടത് ഒരു ENT കൺസൾട്ടേഷനിൽ കൂടെ ഇങ്ങനെയുള്ള സിംറ്റംസ് ചെവിയിൽ നിന്നാണോ തലച്ചോറിൽ നിന്നാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. തലച്ചോറിലാണ് ആണ് നമ്മുടെ സസ്പിഷൻ എന്ന് വെച്ചാൽ അത് ന്യൂറോളജിസ്റ്റും കൂടെ ചേർന്ന് ഒരു കോംപ്രിഹെൻസീവ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കേണ്ടി വരുന്നു. ENT റിലേറ്റഡ് പ്രോബ്ലം ആണെങ്കിൽ, ഇയർ റിലേറ്റഡ് പ്രോബ്ലം, ചെവി റിലേറ്റഡ് പ്രോബ്ലം ആണെങ്കിൽ അത് നമ്മൾ ENT സ്പെഷ്യലിസ്റ്റ് തന്നെ പല മെത്തേഡിൽ കൂടെ, ഒന്നെങ്കിൽ ചെറിയ മനൂവേഴ്സിൽ കൂടെയും അല്ലെങ്കിൽ മരുന്നിൽ കൂടെയും തീരുമാനിക്കാം. ഇത് തീർച്ചയായിട്ടും അത് പരിഹരിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് ഇതാണ്, ഈ ഏജിൽ ഇങ്ങനെ തലകറക്കം എന്ന് ഉണ്ട് എങ്കിൽ അത് കാണിക്കുക. അതുകൊണ്ടുണ്ടാവാവുന്ന ആഘാതങ്ങൾ, വീഴ്ച എന്നിവ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം.